അച്ചാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ എന്നെ നോക്കിയേനെ, എങ്ങനെ എന്നെ ജൂടെ കണ്ണിലൊരു ചെറിയൊരു പൊടി കണ്ണുനീര് കണ്ടു എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെടുത്തെന്ന് പറഞ്ഞു. കൺപോൾ ഇങ്ങനെ അടയ്ക്കാതെ തന്നെ ഞാൻ അങ്ങ് സൈൻ ചെയ്ത് കൊടുത്തു. കാരണം എന്താ, ഫിസിക്കൽ ബ്യൂട്ടി അല്ല. ഇലക്ഷന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട്, കൂടെയില്ല. ഞാൻ മരിക്കുമ്പോൾ നോക്കിക്കോ, എത്ര പേര് വരും എൻ്റെ അടക്കിന് വരും. നിങ്ങൾ തന്നെ വിചാരിക്കും ഇവരൊക്കെ എവിടുന്നാ, എങ്ങനെയാ അമ്മയ്ക്ക് ഇവരെ അറിയുന്നേ. പുള്ളിക്കാരത്തി പറയാ, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോയി ക്യാൻസറാണെന്നറിഞ്ഞപ്പം. ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്കും ഭീതിയോടെ സമീപിച്ചിരുന്ന കാലത്ത് നിന്ന് ലോകം നേരെ മുന്നോട്ട് പോയിട്ടുണ്ട്. മറ്റേത് രോഗങ്ങളെയും പോലെ നേരത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ ക്യാൻസറും. ക്യാൻസർ അതിജീവന പാതയിൽ പോസിറ്റിവിറ്റി കൊണ്ടും മനക്കരുത്ത് കൊണ്ടൊക്കെ വേറിട്ടൊരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. മറ്റാരുമല്ല, നിഷ ജോസ് കെ മാണി. സ്വാഗതം. ആദ്യം തന്നെ ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോൺ കോളിലൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ്, എങ്ങനെയാണ് ഇത്ര പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നത്? അതായത് മനുഷ്യരാണ്, പലതരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. എന്നിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരോടുള്ള ഈ പോസിറ്റിവിറ്റി നിലനിർത്താനും ലൈഫിൽ അത് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നത് എങ്ങനെയാണ്? മൂഡ് സ്വിങ്സ് ഒക്കെ പണ്ടുണ്ടായിരുന്നു, ഒരു ടൈം ഉണ്ടായിരുന്നു നമ്മൾ ലോ ആവുന്നതൊക്കെ. പക്ഷെ ഐ തിങ്ക് ഇപ്പം ഐ എം ഓൺ എ ടോട്ടൽ ഹൈ. എനിക്ക് ഐ തിങ്ക് ക്യാൻസർ വന്നതിന് ശേഷം വീണ്ടും എന്നിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ശുദ്ധീകരിക്കാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മാറ്റി മുമ്പോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ക്യാൻസർ എന്നെ ശരിക്കും ഉരുക്കി എന്ന് പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഫേസ് ആയിട്ട് കാണുന്നുണ്ടോ അപ്പോൾ? അതായത് ക്യാൻസറിന് മുന്നേയും ക്യാൻസറിന് ശേഷമുള്ള ലൈഫിനോടുള്ള അപ്രോച്ചിൽ ഭയങ്കര മാറ്റം വന്നിട്ടുണ്ടാവും അല്ലേ? ഫേസ് ഞാൻ പറയില്ല. ഞാൻ ബിലീവ് ചെയ്യുന്ന കാര്യം, നമ്മളുടെ ജീവിതം റൈറ്റ് ഫ്രം ബർത്ത് ടിൽ വി ഡൈ ആൻഡ് ലൈഫ് ഫോർവേഡ് നമ്മൾ പോകുമ്പം ഓരോന്നും നമ്മളെ അടുത്ത ലെവലിലോട്ട് കൊണ്ടുപോയി ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ദർ ഇസ് നോ ഫേസ്. പ്രീ ക്യാൻസർ പോസ്റ്റ് ക്യാൻസർ എന്ന് ഞാൻ പറയൂല. ഐ വുഡ് സേ ഓരോ നിമിഷങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന വ്യക്തികളാണ് എന്നെ, വ്യക്തികളായിട്ടുള്ള അനുഭവങ്ങളാണ് എന്നെ ഒത്തിരി കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ക്യാൻസർ വന്നപ്പോഴും ക്യാൻസറിനെ എനിക്ക് നേരിടാൻ പറ്റിയത് തന്നെ ഞാൻ ഈ ഇടപെട്ട വ്യക്തികളുടെ ഒരു അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ്. ഈ ക്യാൻസർ എന്നൊക്കെ പറയുമ്പോഴേ നോർമലി ആൾക്കാർ, ക്യാൻസർ എന്നല്ല ഏതൊരു അസുഖവും വരുമ്പോൾ ഒന്ന് ഡൗൺ ആവുന്ന നോർമലി ആൾക്കാരൊരു മാനസികാവസ്ഥ അങ്ങനെയായിരിക്കും. മാഡം പറഞ്ഞത് ഞാൻ ഹൈ ആയി എന്നുള്ളതാണ് ക്യാൻസറിന് ശേഷം. ലൈഫിനെ കുറച്ചുകൂടി കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയെന്നാണോ, അതല്ലെങ്കിൽ കുറച്ചും കൂടി വാല്യൂബിൾ ആയിട്ട് ലൈഫിനെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ്? ലൈഫിനെ എപ്പോഴും സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ഐ റിയലി ലവ്ഡ് ലൈഫ്. ഐ സ്റ്റിൽ ലവ് ലൈഫ്. ലവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അറ്റാച്ച് ടു ലൈഫ് എന്ന് പറയില്ല. ഐ എം എന്താ പറയുക, ലൈഫിനെ ഞാൻ നോക്കുന്നത് ഇസ് ഒരു മൊമെൻ്ററി ഫേസ്. നമ്മൾ എൻജോയ് ചെയ്ത് മുമ്പോട്ട് പോവുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നല്ല, മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കുക, നമ്മൾ കംഫർട്ടബിളായിട്ട് സന്തോഷത്തോടുകൂടി മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു തിയറിയാണ് എൻ്റെത്. ക്യാൻസറിൻ്റെ ടെസ്റ്റുകളൊക്കെ നേരത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകളൊക്കെ നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? പക്ഷെ അപ്പോഴും നമ്മളെപ്പോഴും മനുഷ്യർ നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ എന്തെങ്കിലും ഇങ്ങനത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ ആക്സിഡൻസ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ. പക്ഷെ അത് റിയലൈസ് ചെയ്ത സമയമുണ്ടല്ലോ ക്യാൻസർ ആണ് എന്ന്, ആ ഒരു മൊമെൻറ്റിനെ കുറിച്ചിട്ടൊന്ന് പറയാം. മാമോഗ്രാം ചെയ്തപ്പം ക്യാൻസറാന്നുള്ള അതിൻ്റെ അകത്ത് വന്നെങ്കിലും ഞാൻ എല്ലാവരെയും പോലെ ഞാൻ വിശ്വസിച്ചില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഫേസ് ഉണ്ട്, നമ്മൾ എന്താ പറയുക, നിഷേധിക്കുന്ന ഒരു സ്റ്റേജുണ്ട്. എന്ത് കാര്യമാണെങ്കിലും നിഷേധിക്കും. ഇപ്പോൾ മരണമാണെങ്കിലും നമ്മൾ കുറേ നാൾ നിഷേധിക്കും. അതുപോലെ തന്നെ ഈ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് എന്തെങ്കിലും ഒരു തെറ്റ് കാണും മാമോഗ്രാമിൽ. പക്ഷെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അൾട്രാസൗണ്ടുമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ ആ മാമോഗ്രാം, ഞാൻ പല മാമോഗ്രാംസ് ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാത്തിൻ്റെയും റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെത് കിട്ടിയപ്പം യെസ് ക്യാൻസറാണ്, പക്ഷേ ഒരു നിഷേധം അല്ല. പിന്നെ അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കിനും ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. എൻ്റെ ഒരു അപ്രോച്ച് ഇസ് ഓക്കെ, വാട്ട് നെക്സ്റ്റ്, അതാണ്. എല്ലാ ദിവസവും സന്തോഷത്തോടു കൂടി ജീവിക്കുക, ലൈഫ് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഞാൻ തളരാതെ മുമ്പോട്ട് പോകും, അത് ഞാൻ ഷുവറായിരുന്നു. ഐ വിൽ ജസ്റ്റ് ഗോ ഫ്രീലി എന്നുള്ളത്. ഇമോഷണൽ ആയിരുന്നു അപ്പോൾ അത് അറിഞ്ഞ സമയത്ത്? അപ്പം ഞാൻ ഇമോഷണൽ അല്ലായിരുന്നു. ഓക്കെ, നൗ വാട്ട് നെക്സ്റ്റ്, ഹൗ ഡു ഐ മൂവ് ഔട്ട് ഓഫ് ദിസ് എന്നുള്ള ആ ഒരു അപ്രോച്ചോടുകൂടിയായിരുന്നു മുമ്പോട്ട് പോയത്. ആൻഡ് ബിലീവ് മീ, അതാണ് ഏറ്റവും നല്ലത് ലൈഫിൽ. പിന്നെ ഇമോഷണൽ ആകുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ കുഡ് ബി എൻ്റെ മോന് പൊട്ടിക്കരഞ്ഞു. ഓക്കെ, കുഞ്ഞുമാണി. പിന്നെ ഇത് പറയുമ്പം
നീര എനിക്കൊരു വളരെ ഒരു പേഴ്സണൽ മൂമെൻറ്റ് വന്നു. എൻ്റെ ഓപ്പറേഷന് ശേഷം ഞാൻ അച്ചാച്ചനെ ഒത്തിരി 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 ഓർത്തുപോയി. അച്ചാച്ചൻ ഭയങ്കര ഒരു ഇമോഷണൽ പേഴ്സണാണ്. ഞാനിങ്ങനെ ഓർത്തു, അച്ചാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഹൗ ഹി വുഡ് ഹവ് ഹാൻഡിൽഡ് എനിക്ക് ക്യാൻസർ വന്നെങ്കിൽ എങ്ങനെ എന്നെ നോക്കിയേനെ, എങ്ങനെ എന്നെ ഇതിനെ. ഞാനിവിടെ എത്തുമ്പം ജോ ആദ്യമേ കുറേ ഫ്രൂട്ട്സ് മേടിച്ച് എനിക്ക് തരുമായിരുന്നു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അച്ചാച്ചൻ്റെ കാര്യം ഓർത്തു പോയത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം എൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്നെ കാണാൻ വന്നു. അന്ന് ഇതുപോലെ ഫ്രൂട്ട്സ് ആയിട്ടാണ് വന്നത്. എനിക്ക് പെട്ടെന്ന് ആ ഒരു കണക്ഷൻ അങ്ങ് വന്നുപോയി. നേരെ ഇമോഷണലായിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ പിള്ളേരുടെ കാര്യം പറഞ്ഞില്ല, ഒരാൾ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ബാക്കിയുള്ള ആൾക്കാരുടെ ഒരു അവരെങ്ങനെ അതിനെ? തീർച്ചയായിട്ടും ജോ ആണെങ്കിലും എൻ്റെ പെൺപിള്ളേർ രണ്ടുപേരും ആണെങ്കിലും അവർക്ക് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം എൻ്റെ എക്സ്പീരിയൻസ് അല്ല അവരുടെ എക്സ്പീരിയൻസ്. അവർ കണ്ടിരിക്കുന്ന ക്യാൻസർ പേഷ്യൻസും ലോകവും വളരെ ഡിഫറെൻ്റ് ആണ്. ഞാൻ കണ്ട ഒരു ലൈഫല്ല അവർ കണ്ടിരിക്കുന്നത്. സോ അവർ പക്ഷേ ദേ വർ ഏബിൾ ടു മാനേജ് ഇറ്റ്. എൻ്റെ മൂത്ത മോള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതുപോലെ തന്നെ വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ. രണ്ടാമത്തെ മോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. അപ്പം എനിക്കറിയാം അവൾ എവിടെയോ പോയി കരയുന്നുണ്ട്, എന്നിട്ട് തിരിച്ചിങ്ങനെ വന്ന് വലിയ സ്മാർട്ടാവുന്നുണ്ടെന്ന്. ജോ ഭയങ്കര കാമായിട്ട്, ജോ എപ്പോഴും ഒരു ബുദ്ധാന്ന് ഞാൻ പറയുക. ഞങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഞാൻ ഒരു ബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ബാലൻസ്ഡ് അപ്രോച്ചോടുകൂടി പോകും. പക്ഷേ ഇത് തീർച്ചയായിട്ടും ജോനെ ഷേക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ 2-3 പേര് പറഞ്ഞു ഇങ്ങനെ ജോയുടെ കണ്ണിൽ ഒരു ചെറിയൊരു പൊടി കണ്ണുനീര് കണ്ടു എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം തീർച്ചയായിട്ടും ജോനെയും അത്, കാരണം ഈസ് എ വെരി കെയറിങ്, അച്ചാച്ചനെ പോലെ തന്നെ വെരി കെയറിങ് പേഴ്സണാണ്. അപ്പോൾ എനിക്കറിയാം. പക്ഷേ ദേ വർ ഓൾ ഏബിൾ ടു മാനേജ് എ വെരി പോസിറ്റീവ് ഫ്രണ്ട് എൻ്റെ മുമ്പിൽ. അമ്മയ്ക്ക് പിന്നെ ആൽസീമേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല അമ്മയുടെ അടുത്ത്. ക്യാൻസർ പേഷ്യൻസിന് മുടി മുറിച്ച് കൊടുക്കുക അതൊക്കെ നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എപ്പോഴാണ് വന്നത്? ഇപ്പോൾ മോനും കുഞ്ഞുമാണിയും അതുപോലെ മുടി മുറിച്ച് കൊടുത്ത്? അതെ അതെ അതെ. എങ്ങനെയാണ് ഇപ്പോൾ ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത് ഇപ്പോഴാണ്? കുഞ്ഞുമാണി ഡൊണേറ്റ് ചെയ്യുമല്ലായിരുന്നു. അവന് ഒരു ഹോസ്പിറ്റലിൽ, കിംസ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാനൊരു ഇവൻറ്റ് നടത്തിയപ്പം അവന് നേരത്തെ പറഞ്ഞു നമ്മളൊരു വിഗ്സ് കൊടുക്കുമായിരുന്നു ക്യാൻസർ പേഷ്യൻസ്. അപ്പം അന്ന് അവന് പറഞ്ഞു അവന് തല മൊട്ടയടിച്ച് അവരുമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന്. അങ്ങനെ അന്ന് ആ പ്രോഗ്രാമിൽ വെച്ച് ഇത്രയും പേഷ്യൻസ് നോക്കി നിൽക്കുക ക്യാൻസറിൽ, അവൻ്റെ തല മൊട്ടയടിച്ചു വന്ന്. 2009 ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ തലമുടി ഡൊണേറ്റ് ചെയ്തത്. അന്നൊരു നേർച്ചയുടെ ഭാഗമായിരുന്നു. വളരെ ഒരു പ്രൈവറ്റ് മൂമെൻറ്റ്. ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തതാണ്. അതേ സമയത്ത് ജോസും ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് നമുക്ക് തലമൊട്ടയടിക്കാം എന്നുള്ളത്. പിന്നീടാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ അറിഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും സെയിം നേർച്ചയാണ് എടുത്തത്. 2013 ഞാനൊരു പേഷ്യൻറ്റിനെ കണ്ടപ്പം അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്നെ മൂവ് ചെയ്ത ഒരു ടീച്ചറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ പല ഇൻ്റർവ്യൂസിലും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഷീ മൂവ്ഡ് മീ. അവരുടെ ആ വാക്കുകൾ, ക്യാൻസർ അല്ല എന്നെ തകർത്തത്, എൻ്റെ സ്വപ്നങ്ങൾ തകർത്തത് ക്യാൻസർ അല്ല, പക്ഷെ ക്യാൻസർ വന്ന് എൻ്റെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടത് എൻ്റെ തലമുടി തലമുടി പോയപ്പോഴായിരുന്നു. അപ്പം ഞാൻ റിസൈൻ ചെയ്തു, വീട്ടിലിരുന്നു. ഞാനൊരു ഹെഡ് മിസ്ട്രസ് ആവേണ്ട ഒരാളായിരുന്നു. അങ്ങനെ ക്യാൻസർ അങ്ങനെ പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പം എനിക്ക് തോന്നി ഐ ഷുഡ് ഡു സംതിങ്, എന്തെങ്കിലും എനിക്ക് ചെയ്യണം പേഷ്യൻസിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് ഓർത്ത് ഞാൻ അന്ന് തലമുടി ഇത് ചെയ്തില്ല. അപ്പം അന്ന് ഒരു പബ്ലിക് ഇവൻ്റായിട്ട് തലമുടി ഷോർട്ടായിട്ട് മുറിച്ചു. പിന്നീട് അങ്ങനെ ടോട്ടൽ ഒരു 5 times കൊടുത്തു. അതിൽ 2 പ്രാവശ്യം തല മൊട്ടയടിച്ച് തന്നെ കൊടുത്തു. ഇപ്പോൾ പഴയ പോലെ അല്ല. ഇപ്പോൾ ഏത് രോഗമാണെന്നുണ്ടെങ്കിലും എത്ര നേരത്തെ അത് ഡയഗ്നോസ് ചെയ്യുന്നോ, അതിൻ്റെ ഒപ്പം ഇപ്പോൾ മെഡിക്കൽ രംഗമൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എത്ര നേരത്തെ കണ്ടെത്തുന്നോ അത്രയും ചികിത്സ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഏർലി ഡയഗ്നോസിസ് ആയിരുന്നല്ലോ, അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ എന്താ തോന്നുന്നത്? അതായത് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പലരുടെയും കാര്യത്തിൽ സംഭവിക്കുന്നത് സിംറ്റംസ് കണ്ടാലും പലർക്കും സിംറ്റംസ് പല രീതിയിൽ വിസിബിൾ ആവാറുണ്ട്. പക്ഷേ പലരും പറയുന്നത് എന്താ അറിയോ, ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടം തന്നെ കാണാം, അയ്യോ ഇനി പോകുന്നില്ല, പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് വേറെ എന്തെങ്കിലും അസുഖമായാലോ എന്ന് വിചാരിച്ചിട്ട് പോകാത്തവരാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ബേസിക്കലി പറയുന്ന ഒരു കാര്യം, നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്താൽ നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് കുറവാണ്. ഇപ്പം എനിക്ക് റേഡിയേഷൻ മാത്രം മതിയായിരുന്നു. പിന്നെ ആ ലംപിൻ്റെ ഒരു ചെറിയൊരു ലംപേ ഉള്ളൂ, അതങ്ങ് റിമൂവ് ചെയ്തു, അല്ലാതെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തില്ല.
ബ്രസ്റ്റ് റിമൂവ് ചെയ്ത മൾട്ടിപ്പിൾ ഇത് അല്ലെങ്കിൽ വലിയ ഇത് വരുന്നു, നോഡ്യൂൾ വരുന്നു, അത് പിന്നെ സ്പ്രെഡ് ചെയ്തു. അങ്ങനെ ആ തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനെ അങ്ങ് റിമൂവ് ചെയ്ത് സ്റ്റോപ്പാക്കാം. റേഡിയേഷൻ മാത്രമേ ഉള്ളൂ, കീമോ ചെയ്യേണ്ട ആവശ്യമില്ല. കീമോ ചെയ്യുമ്പോഴാണ് തലമുടി പോകുന്നതും കുറേ അതുമായിട്ട് റേഡിയേഷനും സൈഡ് എഫക്ട്സ് ഉണ്ട്. ലൈക്ക് റേഡിയേഷൻ ചെയ്ത് കഴിയുമ്പം ചെറിയൊരു നമുക്ക് ചൂട് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ 1-2 പോർഷനിൽ പൊള്ളി വരുന്നു. എനിക്കും അത് അനുഭവപ്പെട്ടു. പക്ഷെ അതൊക്കെ ഒന്നുമല്ല. ആൻഡ് അതൊരു സൈഡിൽ നിൽക്കുക. ഇപ്പം ചിലർക്ക് ഫിനാൻഷ്യൽ വറീസാണ്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിച്ച് എന്തോരം കാശാണ് കയ്യിൽ നിന്ന് പോകുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് തുടക്കത്തിൽ കണ്ടുപിടിച്ചാൽ എക്സ്പെൻസ് ഇസ് മച്ച് ലെസ്. ആൻഡ് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇങ്ങനെ നമുക്ക് നേരത്തെ പിന്നെ സെൽഫ് ഡിറ്റക്ഷൻ. നമ്മൾ റൂമിലിരുന്ന് നമ്മൾ എവറി വീക്ക് ഞാനത് എല്ലായിടത്തും പറയും. ഞാൻ കുട്ടികളുടെ അടുത്ത് പറയും, നിങ്ങളുടെ അമ്മമാർ 8, 9, 10, 11, 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളെ കാണുമ്പോഴും ഡിഗ്രി കോളേജിൽ എനിക്കതാണ് അവിടെയൊക്കെ പോകുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്. നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് നിങ്ങൾ പല കാര്യത്തിനും ഗൂഗിൾ ചെയ്യത്തില്ലേ, ഒന്ന് ഗൂഗിൾ ചെയ്യുക സെൽഫ് ഡിറ്റക്ഷൻ ഓഫ് ലംപ്സ് ഇൻ ദ ബ്രസ്റ്റ്. നമ്മൾ സ്വയം പരിശോധിച്ച് ലംപ് കണ്ടുപിടിക്കുന്ന, ബ്രസ്റ്റിലെ ലംപ് കണ്ടുപിടിക്കുന്നു, ഗൂഗിൾ ചെയ്തിട്ട് അത് നിങ്ങളുടെ അമ്മമാർക്കൊന്ന് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് പറയണം, കുളിക്കുന്നതിൻ്റെ മുമ്പേ ആഴ്ചയിലൊന്ന് ആ കൈയൊക്കെ പൊക്കിയിട്ടുള്ള ആ ഇത് ചെയ്ത് ലംപ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ. എല്ലാ ലംപ്സും ക്യാൻസറസ് അല്ല. പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഡോക്ടറിനെ, ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് പോയി കണ്ട് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറയുന്നതിനൊരു കുഴപ്പമില്ല. എനിക്ക് അറിയുന്ന എത്രയോ പേഷ്യൻസ്, എപ്പോഴും ഞാൻ പറയുന്ന പശ്ചാത്താപത്തിൻ്റെ വാക്കുകളാണ് കൂടുതലും ഞാൻ കേട്ടിരിക്കുന്ന പേഷ്യൻസിനെ കാണാൻ ചെല്ലുമ്പോൾ. ഒന്നല്ലെങ്കിൽ അവർ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്, എവിടെയോ ഒരു ലംപ് കണ്ടു, പക്ഷെ ആരുടെടുത്തും പറയാതെ വെക്കും. ഒരാൾ മോളുടെ കല്യാണം കഴിയട്ടെ എന്നും പറഞ്ഞ് വെച്ച ആളുണ്ട്. ഈ ക്യാൻസർ പല രീതിയിലാണ് ഓരോരുത്തർക്കും. ചിലർക്ക് ഫാസ്റ്റ് ഗ്രോയിങ് സെൽസ്, ചിലർക്ക് അത്രയും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യത്തില്ല. അത് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതും മനസ്സിലാക്കാൻ പറ്റും, നമ്മളുടെ എത്ര ഫാസ്റ്റ് ഗ്രോയിങ് ആണോ ഇല്ലയോ എന്നുള്ള. ഫാസ്റ്റ് ഗ്രോയിങ് ആണെങ്കിൽ അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഇത് ചെയ്യും. പിന്നെ ചിലർ ഭയമെന്ന് പറയുന്നത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്നതിൻ്റെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ഡോക്ടർ പറഞ്ഞു, ചിലപ്പം നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പം എന്തെങ്കിലും കൂടുതൽ ലംസോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തു എന്നൊക്കെ കാണുവാണെങ്കിൽ ബ്രസ്റ്റ് തന്നെ റിമൂവ് ചെയ്യണം, മാസ്റ്റെക്ടമി ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു കൺപോൾ ഇങ്ങനെ അടയ്ക്കാതെ തന്നെ ഞാൻ അങ്ങ് സൈൻ ചെയ്ത് കൊടുത്തു. കാരണം എന്താ, എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട്, ഫിസിക്കൽ ബ്യൂട്ടി അല്ല കാര്യം. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ പറയാം, എൻ്റെ ഈ റേഡിയേഷന് ശേഷം 2 സ്ഥലത്ത് പൊള്ളി വന്നായിരുന്നു. പൊള്ളി വന്നു, ഇങ്ങനെ അങ്ങ് പഴുത്ത് വന്നു. ഇത് ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ, ഇവിടെ ഒരു പോർഷനും ബ്രസ്റ്റിൻ്റെ അടിയിലൊരു പോർഷനും പൊള്ളി ഇങ്ങനെ വന്നായിരുന്നു. പൊള്ളി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കൊരു ബേൺ ഉണ്ടാകുന്നത്? ബേൺ ഉണ്ടായി പൊള്ളി ഇങ്ങനെ വരത്തില്ല, അതുപോലെ തന്നെ ഇവിടെയും വന്നു. പക്ഷെ ഞാൻ പ്രോഗ്രാംസിനൊക്കെ പോകും, തലമുടി ഇങ്ങനെ പുറകെ വെക്കും, കാറ്റിടും, ഉപ്പുവെള്ളം അവർ പറഞ്ഞു ഉപ്പുവെള്ളം വെക്കാനായിട്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മരുന്ന് പുരട്ടാൻ, അങ്ങനെയൊക്കെ എപ്പോഴും ഡ്രൈ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ പോയി. ഞാൻ പ്രോഗ്രാംസിനെല്ലാം പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പം അയ്യോ എന്നൊരു തോന്നൽ. എനിക്ക് വേണമെങ്കിൽ ആ അയ്യോ എന്ന് കേട്ടിട്ട് എന്നും പറഞ്ഞ് ഡൗൺ ആകാം, അയ്യോ എന്നെ കാണാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ അയ്യോ അതങ്ങനെ, അയ്യോ ഇതിങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കാമായിരുന്നു. എൻ്റെ മനസ്സിൽ വന്ന ഒരു തോട്ട് ഇതായിരുന്നു. ഞാൻ മൂന്നല്ല ആക്ച്വലി 2 ബേൺഡ് വിക്ടിംസ്, അതായത് കെറസിൻ ഒഴിച്ച് അങ്ങനെ ബേൺ ചെയ്ത 2 വിക്ടിംസ് ഉണ്ട്. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരാളുടെ ഈ തലമുടി ഇങ്ങനെ മെഷീനിൽ പോയി മൊത്തം ചെവിയെല്ലാം ഇങ്ങനെ പോയി ഒരു പേഷ്യൻ്റ്, ഒരു സ്ത്രീ, ഒരു വീട്ടമ്മയാണ്. മറ്റേ 2 പേരും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നവരാണ് നിർത്തിയത്. അപ്പം ഞാൻ അവരെ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് പുറത്തിറക്കിയെന്ന് ഉദ്ദേശിച്ചത്, വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി കാര്യങ്ങൾ നടപ്പിലാക്കുക. വീട്ടിലിരുന്ന് അയ്യോ ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അൾട്ടിമേറ്റ്ലി ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ആൾക്കാർ കുറച്ചും കൂടി ഫിസിക്കൽ ബ്യൂട്ടിയിൽ കൺസേൺഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ പോയത്, ഞാനൊരു പേഷ്യൻറ്റിനെ കാണാൻ പോയി. ഷീ ഹാസ് ടോട്ട് മീ എ ലോട്ട്. ഫൊർഗിവ്നെസ് പഠിപ്പിച്ചൊരു വ്യക്തിയാണ് ആ പേഷ്യൻറ്റ്. ഞാൻ അവിടെ ചെല്ലുമ്പം പുള്ളിക്കാരത്തി പറയാം, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇട്ടിട്ട് പോയി ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പം. 2 പേരുണ്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ട് പോയവരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. വേറെ കാണുമായിരിക്കും, അവരത് ഷെയർ ചെയ്തിട്ടില്ല. പക്ഷേ ഈ 2 പേര് പറഞ്ഞത്, ഒന്ന് ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇട്ടിട്ട് പോയി. ഒരാളുടേത് ക്യാൻസർ വന്നു,
ഇപ്പോൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നി അങ്ങനെ ഇട്ടിട്ട് പോയ ഒരു പേഷ്യൻ്റ് ഉണ്ട്. അങ്ങനെ അവർക്കൊക്കെ ഞാൻ ഐ ഗേവ് ദം ദാറ്റ് തിങ് ദാറ്റ് ആ ഫിസിക്കൽ ഇതിലൊന്നും കാര്യമില്ല. ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സിലേക്കൊക്കെ കൂടുതൽ പോകും. ഈ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസിൽ ഇങ്ങനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റുന്നതെന്ന് കരുതുന്നുണ്ടോ? വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല. എനിക്കും യു നീഡ് ടു സെറ്റ് സിംപ്ലി, അതും ചെയ്യാറുണ്ട് ഞാൻ. ഈവൻ സിറ്റിംഗ് സിംപ്ലി ഈസ് ആൻ ആക്ടിവിറ്റി. കാരണം നമ്മളൊരു എന്നാ പറയുക, ഒരു അറ്റ് പീസിലിരിക്കുകയല്ലേ നമ്മൾ ആ സമയത്ത്. സോ നമ്മളെപ്പോഴും ഇങ്ങനെ, ഞാൻ ഡെഫിനറ്റ്ലി ഐ എം ഓൺ ദ മൂവ്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ വണ്ടിയിലിരിക്കുമ്പം ചിലപ്പോൾ എൻ്റെ റോസറി എൻ്റെ ഫോണിൽ പ്ലേ ചെയ്തിട്ട് ഞാനത് പറഞ്ഞുകൊണ്ട് അതിൽ മെഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പം കൊന്ത ചെല്ലും. അങ്ങനെ പല കാര്യം. ചിലപ്പോൾ നല്ലൊരു പീസ്ഫുൾ സോങ് ആയിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇരിക്കുകയാണ് വൈൽ ഐ എം ഓൺ ദ മൂവ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കടലിൽ അല്ലെങ്കിൽ പുഴയുടെ സൈഡിൽ വന്നിരുന്ന് കുറേ നേരം അങ്ങനെ ഇരിക്കുക. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദാറ്റ് ഐ എം ഓൾവേസ് ഇങ്ങനെ ഒരു ധൃതിയിൽ ഓരോ സ്ഥലത്ത് പോകുന്നു, ഒരു പ്രോഗ്രാമിന് പോകുന്നു, അടുത്ത പ്രോഗ്രാം, അങ്ങനെയല്ല. അങ്ങനെയുള്ള ദിവസങ്ങളുണ്ടെങ്കിലും ഐ ഹാവ് ദാറ്റ് പീസ്ഫുൾ മൂമെൻറ്റ്സ് ഓൾസോ. ആൻഡ് ഐ തിങ്ക് എവ്രി വൺ, എല്ലാവർക്കും അത് അത്യാവശ്യമാണ്. നമ്മൾക്ക് കുറച്ച് ടൈം ജസ്റ്റ് ടു ബി വിത്ത് അവർ സെൽവ്സ്. ആ ടൈമിലാണ് ഇത് യഥാർത്ഥ നമ്മളുടെ കാര്യങ്ങൾ പുറത്തിറങ്ങി വരുന്നത്. ഈ ക്യാൻസർ ചികിത്സയിൽ ഏർലി ഡിറ്റക്ഷൻ നേരത്തെ കണ്ടെത്തുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഫിനാൻഷ്യൽ സ്ട്രഗിൾ. ഈ അടുത്തൊരു ക്യാൻസർ സർവൈവറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടതായിരുന്നു ആൾ. എനിക്ക് ഭയങ്കരമായിട്ട് അത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് തോന്നി. ആൾ ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾ ക്യാൻസർ ചികിത്സയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആളെ ആ ഒരു കാലത്ത് ഹെൽപ്പ് ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പലരും അതെടുക്കാനൊരു വിമുഖത കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നും വേണ്ടാന്ന് വിചാരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയും, എത്രത്തോളം ഹെൽപ്ഫുള്ളായിരിക്കും? ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായിട്ടും നമ്മൾ എടുക്കണം. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഉണ്ട്. അത് കൂടാതെ തന്നെ ഈവൻ പ്രൈവറ്റായിട്ടും ഉണ്ട്. പ്രൈവറ്റായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇതും ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളെപ്പോഴും ഈവൻ ഞാൻ ഒരു ടീച്ചറാണെങ്കിലും അല്ലെങ്കിൽ ഒരു മേസൺ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ പോലും നമ്മളെപ്പോഴും സേവ് ചെയ്യണം. ഒരു ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്ത് മാറ്റി വെക്കണം. അത് ഇപ്പം ക്യാൻസറിന് വലിയൊരു തുകയായിരിക്കാം വരുന്നത്. പക്ഷെ നമ്മളുടെ സേവിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. ഇന്നും പറയുന്നത് സ്പെൻഡ് ചെയ്യാതെ സൂക്ഷിച്ചെല്ലാം വെക്കണം എന്നല്ല പറയുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു തിയറി എല്ലാവരും പറയുന്നത് സ്പെൻഡ് ചെയ്യാന്നാണ്. ഇല്ല, ഞാൻ എപ്പോഴും പറയും ഒരു സർട്ടൻ പോർഷൻ എപ്പോഴും നമ്മൾ മാറ്റി വെക്കണം നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ഈവൻ പ്രായമുള്ളവർ, റൈറ്റ് ഫ്രം മൈ മദർ, ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളുടെ ഒരു ഓൾഡ് ഏജിൽ സ്പെഷ്യലി അലോണായി പോകുമ്പോഴും നമുക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്, നമുക്ക് എന്തെങ്കിലും കാണണം. ഒരിക്കലും എല്ലാം മക്കൾക്ക് എഴുതി കൊടുക്കരുത്. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കുറച്ച് നമുക്ക് മാറ്റി വെക്കണം, നമ്മുടെ കാലശേഷം മക്കൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട സാധനം കൂടിയാണ് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. നമ്മളുടെ പിള്ളേർ നമ്മളുടെ അടുത്ത് പല കാര്യങ്ങൾ ചോദിക്കും. എല്ലാം സാധിച്ചു കൊടുക്കണമെന്നില്ല. ചിലതിന് എങ്ങനെ നോ പറയണമെന്ന് ഞാൻ അമ്മമാരെ പഠിപ്പിച്ചു. അത് ഇച്ചിരി ഒരു പിള്ളേർക്കൊരു പാരയായി മാറി കാണുമായിരിക്കും. പക്ഷേ ഐ തിങ്ക് നമ്മൾ സ്പോയിൽ ചെയ്യരുത് നമ്മുടെ പിള്ളേരെ. ചില കാര്യങ്ങളൊക്കെ പറ്റത്തില്ല. പക്ഷെ ഞാൻ കണ്ടത് ഒത്തിരി സ്ത്രീകൾ അവർ പറയുന്ന വാക്കുകൾ, എൻ്റെ നല്ല കാലത്ത് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല, അപ്പം എൻ്റെ മക്കൾ ചോദിക്കുമ്പോൾ എനിക്ക് ചെയ്തു കൊടുക്കണം. ഞാൻ പറഞ്ഞു, നല്ല കാലം എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണ്? എവറി ടൈം, എല്ലാ സ്റ്റേജും നമ്മുടെ ലൈഫിൽ നമുക്ക് ജീവനുണ്ടെങ്കിൽ നല്ല കാലമാണ്. അതൊന്ന്. രണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ സാഹചര്യം വ്യത്യാസമാണ്. ഇപ്പം നമ്മുടെ സാഹചര്യം എന്താണ്, നമുക്ക് ഇഫ് വി ക്യാൻ അഫോർഡ് ഇറ്റ് നമ്മൾ ചെയ്യുക. ആദ്യമേ തന്നെ പിള്ളേരെ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇത് നമുക്ക് ഇത്രയും ഇൻകമേ ഉള്ളൂ, പക്ഷെ നമ്മുടെ മക്കളെ രാജകുമാരന്മാരും രാജകുമാരിമാരെ പോലെ വളർത്തിയാൽ ഉള്ള ദൂഷം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അതാണ് ഈ ഒത്തിരി സൂസൈഡും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തെങ്കിലും ഒരു സാധനം നമ്മൾ നിഷേധിച്ച് കൊടുക്കുന്നു, പിന്നെ അങ്ങ് സൂസൈഡോ അല്ലെങ്കിൽ വീട് വിട്ടുപോകുന്നോ അല്ലെങ്കിൽ ഇനി അപ്പനെയൊക്കെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നോ, എല്ലാം അങ്ങനെ നമ്മൾ സാധിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് പറ്റുന്നത് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. ഈ സെൽഫ് സഫിഷ്യൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലേ എപ്പോഴും മാറ്റിവെക്കലുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ സ്ത്രീകളാണ്. അല്ലെങ്കിൽ അത് ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ഛന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ചിക്കൻ്റെ എല്ല് മാറ്റി വെക്കുന്നു. അവരുടെ ചെറുപ്പം തൊട്ടിട്ട് ഏറ്റവും കൂടുതൽ മാറ്റിവെക്കലുകൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്റ്റിം ആവുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. അവിടെ മാറ്റി വെക്കുന്നത് നല്ലതാണ്.
പക്ഷേ ഫീഡ് യുവർ സെൽഫ് ഓൾസോ. കാരണം നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ ഈ മാറ്റിവെച്ച് നമുക്കൊന്നും ഇല്ലാതാവുമ്പോഴത്തേക്കിനും ഭക്ഷണത്തിൻ്റെ കാര്യം തൊട്ട് എന്ത് കാര്യമാണെങ്കിലും പിന്നെ ഈ വീട് നടത്തിക്കൊണ്ട് പോകുന്ന നമ്മളാണ്. അച്ചാച്ചൻ്റെ വാക്കുകൾ ഞാൻ പറയുന്നു, ഒരു സ്ത്രീയാണ് ആ വീട്ടിലെ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പം ഒരു സ്ത്രീ ആ ഫിനാൻസ് മിനിസ്റ്റർ ആണെങ്കിൽ ആ ഫിനാൻസ് മിനിസ്റ്ററിന് സമ്പത്ത് കാണണം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്ത്, വെൽത്ത് എല്ലാം വരും. അപ്പം അതെല്ലാം വേണമെങ്കിൽ നമുക്ക് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ സെൽഫ്സ്. നമ്മൾ വി ഹാവ് ടു ടേക്ക് കെയർ. അത് സെൽഫിഷ്നെസ് എന്ന് പറയത്തില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കണം, അല്ലെങ്കിൽ നാളെ ഒന്നും കാണത്തില്ല, ഈ ആളെ കാണത്തില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് സാക്രിഫൈസിങ് സീതകളായി മാറരുത് എന്നാണ് ഞാൻ ഈ പറയുന്നത്. കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യാം, കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യാം, നത്തിങ് റോങ്. പക്ഷേ ഡോണ്ട് സാക്രിഫൈസ് ഇഫ് ഇറ്റ് പെയിൻസ്. സാക്രിഫൈസ് ഇഫ് ഇറ്റ് ഇസ് വിത്ത് ലവ് ദാറ്റ് യു ഡു സംതിങ്. ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കുടുംബത്തിലെ അംഗമാണ്. എന്താ പറയുക, ഊണിലും ഉറക്കത്തിലും വരെ രാഷ്ട്രീയമുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നത് തൊട്ടിട്ട് അതുമായിട്ട് സിങ്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ ക്യാൻസർ വന്നതിന് ശേഷം ഇപ്പോൾ എപ്പോഴും ആൾക്കാർ വന്നു പോകുന്ന വീടായിരിക്കും, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന വീടായിരിക്കും, ചിലപ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടാവും, തിരഞ്ഞെടുപ്പുകളും അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ക്യാൻസർ സർവൈവലിൻ്റെ ഒരു സ്റ്റേജിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു തിരക്ക് പിടിച്ചൊരു ഫാമിലി ആയതിൻ്റെ ഒരു സമ്മർദ്ദമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം മാത്രം എനിക്കൊരു അങ്ങനെ ഒരു ഫീലിംഗ് വന്നു. ഞാൻ ഫുൾ ടൈം പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കപ്പം അകത്ത് വന്ന് ഈ റേഡിയേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് 2-3 പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാംസ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വരും. അതുവരെ ഒരു കുഴപ്പമില്ല, വീട്ടിൽ വരും. അപ്പോൾ ഒരു ടൈം കഴിയുമ്പം ചൂടങ്ങ് വരാൻ തുടങ്ങും. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പം ഞാൻ എൻ്റെ മുറി തന്നെ അങ്ങ് ഇരുന്ന് ഫാൻ ഇട്ടങ്ങ് എന്നെ തന്നെ അങ്ങ് തണുപ്പിക്കാൻ നോക്കും. ഞാൻ അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പേഷ്യൻസ് ഞാൻ എപ്പോഴും ഓർത്തു പോവേ. ചിലരൊക്കെ ഈ ചെറിയ കുടിലൊക്കെ താമസിക്കുന്നവർ ഇരുട്ടത്ത് അവർ ഒരു ചെറിയൊരു ജനൽ കാണും, ഒരു സാരി വെച്ചിട്ടുള്ള ഒരു മറയായിരിക്കും ആ ജനലിങ്ങനെ മാറ്റി വെച്ച് അതിൽ നിന്നുള്ള കാറ്റ്, ഒരു ടേബിൾ ഫാൻ കാണും, അത് ഒത്തിരി ശബ്ദം ഉണ്ടാക്കുന്ന, നിറച്ചും ചെളിയും പൊടിയും പിടിച്ച ഒരു ടേബിൾ ഫാൻ്റെ ആ ശബ്ദത്തിൽ അവരങ്ങനെ ഇരുന്ന് അവരെ തണുപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഞാൻ ഓർത്തു പോകും എൻ്റെ മുറിയിലിരുന്ന്. അപ്പം ഞാൻ ഒത്തിരി മെഡിറ്റേഷനും ഉപയോഗിക്കും ആ ടൈം. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഇതുപോലെ അതൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഒരാൾ എന്ത് ഇതെന്നെ കണ്ടിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് മനസ്സിലാവുന്നില്ല എനിക്കിങ്ങനെ ഒരു റേഡിയേഷൻ ചെയ്തു, ഇങ്ങനെ ഇത് റെസ്റ്റ് വേണം എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എല്ലാവരും വളരെ എന്നെ സപ്പോർട്ടീവ് ആൻഡ് കോപ്പറേറ്റ്. എന്നെ വിളിക്കാത്തവരുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും ഒരു പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെയൊക്കെ ഞാൻ എത്രയോ പേരെ കാണാൻ പോയിട്ടുണ്ട് അവരുടെ പല പല കാര്യങ്ങളിൽ. പക്ഷേ എന്നെ ഇങ്ങോട്ട് വിളിക്കാത്തവരുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരാതിയായിട്ടൊന്നുമല്ല. ഓരോരുത്തർക്കും ചിലർക്ക് എന്നെ ഫേസ് ചെയ്യാൻ പാടാന്ന് പറഞ്ഞു, ചിലർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല, ചിലർ ഇത് മാത്രം ചോദിച്ചവരുണ്ട്, ചിലർ ഫോണിൽ വിളിച്ച് എൻ്റെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും ഫണ്ണി എന്നാന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ഞാനൊരു ഇച്ചിരി ഒരു നെഗറ്റീവ് ഫേസിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോഴും എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയും, ഇവിടുത്തെ ആൾക്കാർക്ക് എന്നെ ഒരു വിലയില്ല, പക്ഷെ ഒരു ദിവസം വരും നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ മരിക്കുമ്പോൾ നോക്കിക്കോ എത്ര പേര് വരും എൻ്റെ അടക്കിന് വരും. ആ ആൾക്കാർ നിങ്ങൾ തന്നെ വിചാരിക്കും ഇവരൊക്കെ എവിടുന്നാ, എങ്ങനെയാണ് അമ്മയ്ക്ക് ഇവരെ അറിയുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അങ്ങനെ ഒരു ദിവസം വരും എന്ന് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പം നാട്ടുകാരും ഒക്കെ ഓർക്കും, ഇവരെയൊക്കെ അറിയാമായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഇവരിത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ ഇവരുടെയൊക്കെ ലൈഫിൽ. അങ്ങനെ ഒരു ചിന്ത നാട്ടുകാരുടെ ഇടയിൽ വരും എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുമ്പോഴാണ് ക്യാൻസർ വന്നത്. വിശ്വസിക്കത്തില്ല, ഒത്തിരി പേര് എന്നെ കാണണ്ട വെറുതെ വന്ന് അന്വേഷിച്ചിട്ട് പോയവരുണ്ട്, ഫോണിൽ വിളിച്ചവരുണ്ട്, മെസ്സേജ് ഇട്ടവരുണ്ട്. അങ്ങനെ പല 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 എക്സ്പീരിയൻസസ് എനിക്കുണ്ടായിട്ടുണ്ട്. അതൊരു ഭയങ്കര എന്നാ പറയുക. അപ്പം എനിക്ക് ദൈവം പറഞ്ഞാൽ മരിക്കേണ്ട കാര്യമില്ല, മരിക്കാതെ തന്നെ ഞാനത് മനസ്സിലാക്കി തന്നു. ദറ്റ് യു ആർ വാല്യൂബിൾ ഇൻ ദിസ് വേൾഡ്. നമ്മൾ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ഫേസിലിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആരാണ് നമ്മളുടെ കൂടെ ഏറ്റവും കൂടുതൽ അപ്പോഴുള്ളത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുകയെന്ന് പറയാറുണ്ട്. അതായത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മെൻ്റലി ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കുമല്ലോ.
പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ലോ ഫേസുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ പോലും അന്വേഷിക്കാതിരുന്നിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് സൗഹൃദങ്ങളുടെ കാര്യത്തിൽ ഈ പറഞ്ഞത് ഇലക്ഷന് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ആരൊക്കെ നമ്മുടെ കൂടെയുണ്ട്, കൂടെയില്ല. പിന്നെ അച്ചാച്ചൻ മരിച്ചതിന് ശേഷം ഉണ്ടായ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോഴും ഇതുപോലെ തന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു, കൂടെ ഇല്ലായിരുന്നുള്ളൂ. പക്ഷെ ക്യാൻസർ വന്നപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അവരെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമുക്കൊരു ലോ ഫേസ് വരുമ്പോൾ നമ്മളെ കൺസിഡർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സമയം കണ്ടെത്താനോ പറ്റാത്ത സൗഹൃദങ്ങളെ ഞാൻ ഒരു കാര്യം ജീവിതത്തിൽ മനസ്സിലാക്കിയത്, നേരത്തെ എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു, നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യും ആൾക്കാരിൽ നിന്നും. ഡോണ്ട് എക്സ്പെക്റ്റ് എനിത്തിങ് ഫ്രം എനി വൺ. അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും ഒരു വിഷമം ഉണ്ടാകത്തില്ല. നമുക്ക് എല്ലാവരെയും ഓരോരുത്തർ ഓരോ രീതിയിലാണ്, ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ്. നമ്മളിങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് അവരും അങ്ങനെയാണോ എന്ന്. നമ്മൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തോ നമ്മൾ ഭയങ്കര നിരാശപ്പെടും. ക്യാൻസറിനെ കുറിച്ച് കൂടുതലൊക്കെ ചർച്ചകളൊക്കെ ചെയ്യുന്ന സമയമാണ്. പക്ഷേ ഇപ്പോഴും ക്യാൻസർ ഒരു ടാബു ആയിട്ട് കരുതുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ട്. അതായത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ ഉള്ളിൽ മാത്രം അവരുടെ ലൈഫ് ഒതുങ്ങി പോവുക. ശരിക്ക് മെൻ്റൽ ഹെൽത്തും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ക്യാൻസർ സർവൈവലിൽ. ഈ വീട്ടകങ്ങളിൽ ഒതുങ്ങി ഇരിക്കാതെ സോഷ്യലൈസിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് പുറത്തു പോവുക, ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ അവനവൻ്റെ ഹോബികളാണെങ്കിലും ആൾക്കാരെ കൂടുതൽ കാണുക. ഇപ്പം നേരത്തെ സംസാരിച്ച പോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കലാണ് സന്തോഷിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചിട്ടൊന്ന് പറയൂ. അത് ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ, കീമോ ആണെങ്കിൽ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് കിട്ടും, ഇമ്മ്യൂണിറ്റി ലോ ആവും. റേഡിയേഷൻ അങ്ങനെ ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ചുമ്മാ ആവശ്യമില്ലാതെ ഒരു ഇൻഫെക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. മാസ്ക് ഇടുക, സൂക്ഷിക്കുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ നോക്കണം എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പം ഏത് അസുഖമാണെങ്കിൽ പോലും ആൾക്കാരെ കാണണം, പുറത്തോട്ട് പോകണം എന്നല്ല, നമുക്ക് എന്താ ചെയ്യാൻ ആഗ്രഹം. എനിക്ക് ആൾക്കാരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡേ 0 തൊട്ട് എനിക്ക് തോന്നുന്ന എൻ്റെ ലൈഫ് നിന്നിട്ടില്ല. ആൾക്കാരെ ഞാനിപ്പോഴും ഇവനെ കാണാൻ പോകുമായിരുന്നു, പുറത്തോട്ട് പോയായിരുന്നു. ചില ആൾക്കാർ പറയും, അയ്യോ സൂക്ഷിക്കണ്ടേ. ഞാൻ പറയില്ല, എനിക്ക് കീമോ ആണെങ്കിലാണ് നമ്മൾ പിന്നെയും സൂക്ഷിക്കേണ്ടത്, റേഡിയേഷൻ ഒന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഫ്കോഴ്സ് 1 വീക്ക് നമ്മൾ റെസ്റ്റ് എടുക്കും. പിന്നെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റരുതെന്ന് പറയുന്നത്, അത് ഏത് അസുഖത്തിന് ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഗോയിങ് ഔട്ട്. ഇപ്പം നമ്മൾക്ക് എന്താണ് സന്തോഷം, ആ സന്തോഷം നമ്മൾ അത് അതിൽ നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കണം. ഇപ്പം ക്യാൻസർ വരുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ആർ യു ഗോയിങ് ഇൻ ടു ഡിപ്രഷൻ? അത് വളരെ കെയർഫുള്ളായിരിക്കണം. എനിക്കൊരു ന്യൂമോണിയ വന്നപ്പം ഇതുപോലെ ഞാനൊരു 28 kgs വെക്കുകയും ചെയ്തു. പ്ലസ് ജോസിൻ്റെ എലക്ഷൻ കഴിഞ്ഞുമായിരുന്നു. മറ്റേ ജോസിൻ്റെ എലക്ഷന് മുമ്പായിരുന്നു. പക്ഷെ ആ എലക്ഷൻ കഴിഞ്ഞും ആ ടൈമിലൊക്കെ ഞാൻ റിക്കവർ ചെയ്തിട്ടില്ല ഫുള്ളി. എൻ്റെ ബോഡി ഹെൽത്ത് തന്ന് ഭയങ്കരമായിട്ട് സ്റ്റെറോയിഡ്സ് തന്ന് അങ്ങനെയുള്ള ഒരു ഇതിൽ കൂടെ പോയായിരുന്നു. ഐ വെൻറ്റ് ത്രൂ ഡിപ്രഷൻ. ആ സമയത്ത് അച്ചാച്ചൻ മരിച്ചു കഴിഞ്ഞു, അങ്ങനെ എല്ലാം കൂടെ അങ്ങ് കയറി. പോസ്റ്റ് മെനോപോസ് ആയിരുന്നു, സ്ത്രീകൾക്ക് പോസ്റ്റ് മെനോപോസിൽ വരും. എനിക്ക് ഡിപ്രഷൻ ഞാൻ അനുഭവിച്ചായിരുന്നു. എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, എന്നെക്കൊണ്ട് വാട്ട് ആം ഐ ഡൂയിങ് വിത്ത് ലൈഫ്, അങ്ങനെയൊക്കെ ചിന്തിച്ചു ഞാൻ. എൻ്റെ പിള്ളേരാണ് കണ്ടുപിടിച്ചത് ദറ്റ് മമ്മ ആളത്ര ശരിയല്ല, ഇപ്പം അമ്മയ്ക്ക് എന്തോ ഇതുണ്ട് എന്നും പറഞ്ഞ് ഞാൻ കൗൺസിലിംഗ് ചെയ്തു. പിന്നെ ഒരിക്കലും ഇപ്പം എൻ്റെ കേസിൽ പ്രോബബ്ലി ഞാൻ ഇത്രയും ഹിപ്നോതെറാപ്പി ഇങ്ങനത്തെയൊക്കെ ചെയ്തപ്പോൾ എനിക്കും തോന്നി എനിക്ക് കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. പക്ഷെ നോട്ട് എവ്രി വൺ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം വീട്ടിലിരിക്കുന്നവരാണ് ആദ്യമേ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കും, വീട്ടിലുള്ളവരല്ല, ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കും മനസ്സിലാക്കുന്നത് ഇവർക്ക് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഉടനെ തന്നെ കൗൺസിലിങ്ങിനുള്ള ഏർപ്പാട് ചെയ്യണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഇത് തിരിച്ചറിയാൻ അവർക്കാണ് കഴിയുക എന്നുള്ളതാണ്. അതെ, വീട്ടിലുള്ളത് മാത്രമല്ല, ചിലപ്പോൾ വീട്ടിലുള്ളവർ പോലും, ചില വീടുകളുണ്ട് അച്ഛൻ അമ്മ മക്കളൊക്കെ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, പക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ലൈഫ്സ് അറിയത്തില്ല. കാരണം ലൈഫ് ഇപ്പം അങ്ങനെയായി പോയിരിക്കുകയാണ്. ഭയങ്കര എവ്രി വൺ ഇസ് ബിസി വിത്ത് ദെയർ ഓൺ തിങ്സ്. പിന്നെ മൊബൈൽ ഫോൺ ഒത്തിരി നമ്മളെ മൊബൈൽ ഫോൺ കണക്ട് ചെയ്യേണ്ട ഒരു സാധനം, മനുഷ്യരെ കണക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷേ അത് പല വീടുകളിലും ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് മനുഷ്യരെ.
ഞങ്ങളുടെ ഐ തിങ്ക് ദൈവം സഹായിച്ച് എനിക്ക് ഒന്ന് ജോസ് ഈ പൊളിറ്റിക്കൽ ഇതായതുകൊണ്ട് എപ്പോഴും തിരക്കായതുകൊണ്ട് തിരിച്ച് വീട്ടിൽ എത്ര ലേറ്റ് ആയിട്ട് വന്നാലും ഞങ്ങളും പിള്ളേരും ഒക്കെ ഞങ്ങൾ വേറെവർ ഞങ്ങൾ എന്ത് ചെയ്യും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കുറേ സംസാരം, മുറിയിലാണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ കുറേ കളിത്തമാശകൾ, ഒത്തിരി കാര്യങ്ങളെ ലൈഫിൽ നമ്മൾ സംസാരിച്ചാലുണ്ടല്ലോ തീർക്കാൻ പറ്റും. ഒത്തിരി ഈവൻ കപ്പിൾസ് തമ്മിൽ മിണ്ടാതെ ഇരുന്ന് ഒരാൾക്കറിയില്ല മറ്റേയാളുടെ ഉള്ളിൽ എന്നാ, ഇയാൾക്കറിയത്തില്ല മറ്റേയാളുടെ ഉള്ളിൽ എന്നാ, അതിങ്ങനെ അങ്ങ് ഉള്ളിലിരുന്ന് ദ്രവിച്ച് പുഴുവെടുത്ത് പിടിച്ച് അവരെ തന്നെ തിന്ന് പിന്നെ പുറത്തോട്ട് ഇറങ്ങുന്നത് മുഴുവനും ഹേറ്റ്രഡ്, വേറെ കാര്യങ്ങളാണ്. എന്നാൽ അപ്പം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ അതൊന്നും ആ രീതിയിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. ക്യാൻസർ ആണെന്ന് തുറന്നു പറഞ്ഞിട്ട് അധികമായിട്ടില്ലല്ലോ, എങ്ങനെയായിരുന്നു ആൾക്കാരുടെ റിയാക്ഷൻസ് എങ്ങനെയായിരുന്നു? എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു അത് വലിയ റിസ്ക് നിഷ എടുത്തത് തുറന്നു പറഞ്ഞതിന്. അപ്പം ഞാൻ ചോദിച്ചു എന്തായിരുന്നു ആ റിസ്ക്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞപ്പം എൻ്റെ ആദ്യമേ എങ്ങനെയാണ് എൻ്റെ പൊസിഷൻ, എന്താണ് ചികിത്സ, അത് മനസ്സിലാക്കിയിട്ട് ഒരു മെസ്സേജായിട്ട് കൊടുക്കണം. എനിക്ക് മെസ്സേജായിട്ട് കൊടുക്കുന്നത് ഇസ് ജസ്റ്റ് ടു ഇൻസ്പയർ അതേഴ്സ്. കാരണം ഈ ഏർലി ഡിറ്റക്ഷൻ, മാമോഗ്രാം ചെയ്തുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കണ്ടുപിടിച്ചൊരു ലംപായിരുന്നു, അത് മെസ്സേജ് പറയണമെന്നുള്ളത്. അപ്പം അത് മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പം ഞാൻ ചോദിച്ചു എന്തായിരുന്നു റിസ്ക്. അല്ല എല്ലാവരും അറിയൂലേ, പിന്നെ നമ്മൾ ഒരു വീക്കായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അല്ലെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് അറിയൂലേ. ഞാൻ പറഞ്ഞു ഹെൽത്ത് ഇഷ്യൂ അത് ക്യാൻസർ അത് തീർന്നു, വൺസ് ആ ലംപ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഐ എം നോ മോർ എ ക്യാൻസർ പേഷ്യൻറ്റ്, ഐ എം എ ക്യാൻസർ സർവൈവർ ഓർ എ ക്യാൻസർ വിക്ടർ. പിന്നെ ഞാൻ റേഡിയേഷനൊക്കെ എന്ന് പറയുന്നത് ഇനിയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതൊരു നമുക്കിപ്പം ഒരു അസുഖമില്ലെങ്കിൽ അസുഖമാണെന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. അത് നമ്മളെ ആക്ച്വലി ആൾക്കാർ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം വരും, നമുക്കൊരു സപ്പോർട്ട് വേണമെങ്കിൽ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എത്രയോ പേര് എനിക്ക് മെസ്സേജുകൾ ഇട്ടു ദാറ്റ് ദേ ആർ വിത്ത് മീ. പൊളിറ്റിക്കൽ എനിമീസ് വരെ, ജോസിൻ്റെ പൊളിറ്റിക്കൽ എനിമീസ് വരെ എത്രയോ പേര് മെസ്സേജ് ഇട്ടു, ഫോണിൽ വിളിച്ചു. കൂടുതൽ ആൾക്കാർക്ക് ഈ തുറന്നു പറച്ചിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, അവർ ഏതെങ്കിലും ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്തു. കാരണം ഞാൻ പറഞ്ഞ ആ സമയത്ത് തന്നെ ഒത്തിരി പേര് പോയി മാമോഗ്രാം ചെയ്തല്ലേ 2 പേര് എനിക്ക് റിപ്ലൈ ചെയ്തു, അവർക്ക് ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ചു. ഇത് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എത്രയോ പേരുണ്ടായിരിക്കാം അവിടെ നമ്മുടെ അടുത്ത് പറയാതെ തന്നെ അവർക്ക് അങ്ങനെ ചെയ്തിട്ട് ഒരു എന്തെങ്കിലും ഒരു കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സേഫ് എന്നുള്ളത് അറിഞ്ഞ ഒത്തിരി പേരുണ്ട്. നിലവിൽ ഇപ്പം എന്താ ഫേസ് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ആസ് എൻ ലംപെക്ടമി, ലംപ് റിമൂവ് ചെയ്തു, റേഡിയേഷൻ ചെയ്തു, അതിൻ്റെ ഇനി മുമ്പോട്ട് വരാതിരിക്കാനായിട്ടുള്ള ഇത് നോക്കി. പിന്നെ ഒരു ഹോർമോണൽ തെറാപ്പി എന്ന് പറഞ്ഞ് ഒരു 5 years ഓൾമോസ്റ്റ് ഒരു ടാബ്ലറ്റ് കഴിക്കണം. ഒരു ഹോർമോണൽ ടാബ്ലറ്റാണ്. അതിൻ്റേതായ ചിലപ്പോൾ വണ്ണം വെക്കുവോ അങ്ങനെയൊക്കെ കാണുമായിരിക്കും. പക്ഷെ നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മളുടെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളത്. ഇറ്റ്സ് അബൌട്ട് വണ്ണം വെക്കുവോ മെലിഞ്ഞ് പോവില്ല കാര്യം. ആർ യു ഹെൽത്തി, ആർ യു ഫിറ്റ്? ക്യാൻസറിന് കേൾക്കുമ്പോഴേക്കും പാനിക് ആവുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര ഭീതിയോടെ മാത്രം അതിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്വന്തം ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഇപ്പം ഇത്രയും നാളുള്ളൊരു സർവൈവൽ സ്റ്റേജ് കൂടി അവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് അവരോട് പറയാനുള്ളത്? എങ്ങനെയാണ് അങ്ങനെ ഇപ്പം ക്യാൻസറാണ്, നാളെ ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തു അവർക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു, അതോടെ ലൈഫ് തീർന്നു എന്ന് കരുതുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോട് പറയാനുള്ളത് എന്താണ്? ക്യാൻസർ ഒരിക്കലും ഭയക്കേണ്ട കാര്യമല്ല, ഭയമാണ് നമ്മൾ ഭയക്കേണ്ടത്. ഭയമാണ് നമ്മളുടെ എല്ലാം പോകുന്നത്, നമ്മളെ ആക്ച്വലി ഫിനിഷ് ഓഫ് ചെയ്യുന്നത്, നമ്മളെ കൊല്ലുന്നത് ഭയമാണ്, നോട്ട് ക്യാൻസർ. അപ്പം എൻ്റെ ഒരു അപ്രോച്ച് വാസ് സിമ്പിൾ. ഓക്കെ, എനിക്ക് ക്യാൻസറാണ്, എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, അത് ചെയ്യുമ്പം പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോയി. എന്ന് മാത്രമല്ല സ്വപ്നങ്ങൾ ഡ്രീം ചെയ്യാൻ ഞാൻ നിർത്തിയില്ല. ഐ കണ്ടിന്യൂ ഡ്രീമിങ്, ഐ സ്റ്റിൽ കണ്ടിന്യൂ ഡ്രീമിങ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൻ്റെ ഏത് സ്റ്റേജിലാണെങ്കിലും. സോ ഒരിക്കലും ഒരു സാഹചര്യം നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ ഇരുത്തരുത്, മൈൻഡ് തളർത്തരുത്. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും വളർന്ന് മുമ്പോട്ട് പോകാനായിട്ട് വേണം നോക്കാനായിട്ട്. ജസ്റ്റ് സിംപ്ലി ലിവ്, അത്രയേ ഉള്ളൂ.